Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. ഗർഭകാലത്ത് പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് പ്രസവശേഷം മാറുന്നുള്ളൊരു ധാരണയിലായിരിക്കും അധികം പേരെ ഇരിക്കുന്നത് അല്ലേ. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ പ്രഗ്നൻസി ടൈമിൽ മാത്രം വരുന്ന ഷുഗറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് 10 to 20% ഗർഭിണികളിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലരിലും ഇതൊരു ലക്ഷണങ്ങളും കൂടാതെ തന്നെയാണ് കാണുന്നത്. അത് മെയിനായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന പ്രോപ്പറായി ചെയ്യുന്ന ടെസ്റ്റുകളിലൂടെ ഒരു നിശ്ചിത കാലം ആവുമ്പോൾ മാത്രം അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, എങ്ങനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നു, അതിന് ഫ്യൂച്ചറിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം എന്നൊക്കെയാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗർഭകാല ഹോർമോണുകൾ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയ്ക്കുകയും അതുവഴി ബ്ലഡിലെ ഷുഗർ ലെവൽ ഉയരുകയാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഇതിനെ മധുമേഹത്തിന്റെ മുന്നേയുള്ള സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ കഫദോഷത്തിന്റെ വർധനവും അതുപോലെ തന്നെ അഗ്നിമാന്ദ്യമാണ് മെയിനായിട്ട് ഒരു കാരണമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടൈമിൽ ബോഡിയിലെ ക്ലേദവും അതുപോലെ തന്നെ കൊഴുപ്പ് പാട്ടും ദ്രവത്വവും കൂടുന്നതായിട്ട് ആയുർവേദത്തിൽ പറയുന്നു. ആരെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വ്യായാമം ഒന്നും ചെയ്യാതെ, അതുപോലെ തന്നെ വെയിറ്റ് ഓൾറെഡി അമിതവണ്ണം ഉള്ളവർ, പാരമ്പര്യമായിട്ട് പ്രമേഹം വരാൻ ചാൻസ് ഉള്ളവർ, PCOS ഉള്ളവർ, ഇതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് മെയിനായിട്ടും ചാൻസസ് കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ ആയുർവേദത്തിൽ പറയുന്നത് സുഖാസുഖം, അത്യാഹാരം, അവ്യായാമൊക്കെയാണ്. നമ്മൾ ഡയറ്റിൽ ചേഞ്ചസ് അധികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ വ്യായാമം ചെയ്യാത്തൊക്കെ കണ്ടീഷൻസിലാണ് ആയുർവേദവും ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവുന്നു, ഇതുവഴി പ്രമേഹം ഉണ്ടാവുന്നതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമിതമായിട്ടുള്ള വിശപ്പ് തോന്നുക, ക്ഷീണം തോന്നുക, അതിയായിട്ടുള്ള ദാഹം തോന്നുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, ഇതുപോലൊക്കെ സിംറ്റംസ് ആയിരിക്കും മെയിനായിട്ട് കാണിക്കുക. പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് നോർമൽ പ്രഗ്നൻസിയിലും ഉണ്ടാകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആരും അതൊരു സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. പക്ഷേ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുക. അപ്പോൾ ചെറിയ എന്തെങ്കിലും സിംറ്റംസ് ഇപ്പോൾ അധികമായിട്ട് തോന്നിയിട്ടുണ്ട്, നോർമൽ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ഇതൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. OGTT ടെസ്റ്റ് അഥവാ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിലൂടെയാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ 24 to 28 24-28 ആഴ്ചകൾക്കിടയിലാണ് ഈ ടെസ്റ്റ് ചെയ്യുക. ഇതിൽ 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എത്രമാത്രം ഷുഗർ ലെവൽ ആ ടൈമിൽ ഉണ്ടെന്നുള്ളത്. ഇതുമൂലം അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഗർഭകാലത്ത് തന്നെ ഉയർന്ന BP-ക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രസവ ടൈമിലുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് അമ്മയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി കുഞ്ഞിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. അമിത വളർച്ചയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്നുള്ളത്. ബർത്ത് ടൈമിൽ തന്നെ കുട്ടിക്ക് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് ജനനശേഷം ഷുഗർ പെട്ടെന്ന് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ കുട്ടിക്കാലത്ത് അമിത വണ്ണത്തിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഭാവിയിൽ പ്രമേഹത്തിന് വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ പ്രമേഹത്തിലുള്ള പോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസിലും നമ്മൾ ഫുഡ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റിയൊക്കെ. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഒഴിവാക്കേണ്ടത് മൈദ, വെളുത്തരി, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ മസ്റ്റായിട്ട് ഒഴിവാക്കുക. ബ്രൗൺ റൈസ്, പച്ചക്കറികൾ പോലുള്ളവയൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഇതുവഴി ഡയറ്റ് ഫോളോ ചെയ്യുന്നത് മാത്രമേ മെയിനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റിലെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷവും ഡയറ്റും മെഡിസിനും കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. വ്യായാമവും ദിനചര്യയും ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു 20 to 30 മിനിറ്റ് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. വ്യായാമം ചെയ്യുന്നത് മൂലം നമ്മുടെ കഫ നിയന്ത്രണം ഉണ്ടാകുന്നതാണ് സയൻസസ് പറയുന്നത്. അപ്പോൾ ഓരോ ഫുഡിന് ശേഷവും കുറച്ച് നേരം മസ്റ്റായിട്ട് നടക്കുക. ഇപ്പോൾ ഒരു 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിക്ക് കഴിക്കുന്നതാണെങ്കിൽ നിങ്ങളൊരു നോർമലായി ഒരു 3 ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ 2 ദോശ ഒരു 8 മണിക്ക് കഴിച്ച്
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 11 മണിക്ക് വീണ്ടും 2 ദോശ കഴിക്കാം. അപ്പോൾ ഒരേ നേരം കഴിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ഭക്ഷണ ശേഷവും നടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ടെസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും എത്ര മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് മുഴുവനായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജ്യൂസ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഫ്രൂട്ട്സ് മസ്റ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതൊരു നിങ്ങൾക്ക് ഈ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്ലാസൻ്റെ താഴ്ന്നിരിക്കുന്ന അവസ്ഥ, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള കേസസിലാണെങ്കിൽ ഒരിക്കലും ഇത് ഫോളോ ചെയ്യാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ നടക്കുന്നതും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യേണ്ടത്. ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല ഷുഗർ ലെവലെങ്കിൽ നമുക്ക് എന്തായാലും ഇൻസുലിൻ അഡ്വൈസ് ചെയ്യും ഡോക്ടർമാർ. അപ്പോൾ ഇൻസുലിൻ അനിവാര്യമാണെങ്കിൽ നമ്മളത് എടുത്തേ പറ്റൂ. ഇൻസുലിൻ സേഫാണ്. നമ്മുടെ ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ എടുക്കാവോ എന്നുള്ള ഡൗട്ടിൽ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കണോ എന്നുള്ള ഡൗട്ടിൽ ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ മസ്റ്റായിട്ട് ഇൻസുലിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മരുന്നും ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ കഴിക്കരുത്. എല്ലാ മരുന്നും ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും സേഫ് ആവണം എന്നില്ല. ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രസവം കഴിഞ്ഞല്ലോ, കുട്ടിയെ സേഫായി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ റുട്ടീനുകൾ നിർത്താൻ വേണ്ടി ഒരിക്കലും പാടില്ല. പ്രസവശേഷം ഒരു 6 to 12 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഭാരം മാക്സിമം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ സിസേറിയൻ സെക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ സ്റ്റിച്ചസ് ഉണങ്ങിയതിന് ശേഷം മാത്രം എക്സസൈസ് പോലുള്ളവ ചെയ്യാൻ തുടങ്ങുക. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് എന്താണോ ഫോളോ ചെയ്തിരുന്നത് അത് കുറച്ച് നാളത്തേക്ക് കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പിന്നീട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. എല്ലാവരും കരുതുക ഇപ്പോൾ ഇത് കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, അപ്പോൾ നോർമലായിട്ട് ഉണ്ടാവുന്നില്ല. ആ സമയത്ത് നോർമലായിട്ട് ഉണ്ടാവാം. പക്ഷെ നമ്മൾ പിന്നെയും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഈ പറഞ്ഞത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾക്കായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.